ഒരു വയോധിക ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തൻ്റെ പൂവൻകോഴി കൂവുന്നതുകൊണ്ടാണ് എന്നും സൂര്യൻ ഉദിക്കുന്നത്. ഒരിക്കൽ അയൽക്കാരുമായി വഴക്കുണ്ടാക്കിയ അവർ തൻ്റെ കോഴിയുമായി ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് പോയി. പിറ്റേന്ന് അവർക്ക് സന്തോഷമായി. തൻ്റെ പുതിയ ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചു. പഴയ ഗ്രാമം ഇരുട്ടിലായിരിക്കുമെന്ന് അവർ കരുതി. തന്നെ വിളിച്ചുകൊണ്ടു പോകാൻ നാട്ടുകാർ എത്തുമെന്ന് അവർ കരുതിയെങ്കിലും ആരും വന്നില്ല. നാട്ടുകാരുടെ ഗർവിനെയും മണ്ടത്തരത്തെയും കുറ്റപ്പെടുത്തി വയോധിക സന്തോഷത്തോടെ ജീവിച്ചു. അഹങ്കാരം പോലെ തന്നെ ആപത്താണ് അബദ്ധധാരണകളും. ഞാൻ മൂലമല്ല ഞാൻ പോലും ഉണ്ടായത് എന്ന തിരിച്ചറിവിന് പകരം ഞാനാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന ഭാവത്തോടെ ജീവിക്കുന്നവർക്ക് ഇന്ദ്രിയങ്ങളുടെ ഉണർവ് പോലും നഷ്ടപ്പെടും. 6-ാം വയസ്സിൽ ലഭിക്കേണ്ട അറിവും വിവേകവും 60-ാം വയസ്സിലും നേടിയിട്ടില്ലെങ്കിൽ സഞ്ചരിച്ച വഴികളുടെയും കടന്നുപോയ അനുഭവങ്ങളുടെയും പ്രസക്തി എന്തായിരുന്നു? സ്വന്തം അനിവാര്യതയെ മാത്രം ധ്യാന വിഷയമാക്കുന്നവർക്ക് സ്വന്തമായി ആരുമുണ്ടാകില്ല, ഒന്നിനും. അതിനാൽ തന്നെ നിലനിൽപ്പില്ല. കോഴി കൂവുന്നതാണോ പ്രഭാതത്തിൻ്റെ സൗന്ദര്യം? സായാഹ്നത്തിലെയോ മധ്യാഹ്നത്തിലെയോ ശബ്ദങ്ങൾക്ക് പുലർക്കാലത്തിൻ്റെ ഉണർവും ഊർജവും നൽകാനാവില്ല. ഓരോ കാലഘട്ടത്തിലും ജീവിതത്തെ ത്രസിപ്പിക്കേണ്ടത് വളർച്ചയ്ക്കനുസരിച്ചുള്ള അറിവും ആത്മബോധവും കൊണ്ടാവണം. കണ്ണടച്ച് കണ്ട് കാതടച്ച് കേട്ട് വായടച്ചു രുചിച്ചെറിഞ്ഞ് നടക്കുന്നവർ അജ്ഞതയുടെയും അവിവേകത്തിൻ്റെയും രൂപങ്ങളായിരിക്കും. വളർന്നൊരു പരിസരത്തും ജ്ഞാനസമ്പാദനത്തിനോ മനോഭാവ രൂപീകരണത്തിനോ കാരണമായിട്ടില്ലെങ്കിൽ എല്ലാം നിഷേധിച്ചുള്ള ഒരു വളർച്ചയായിരുന്നു അത്. അകലങ്ങളിലുള്ള അറിവും ആനന്ദവുമാണ് എല്ലാവർക്കും താല്പര്യം. തെറ്റില്ല. പക്ഷേ അടുത്തുള്ളവയെ അവഗണിച്ചിട്ട് ആകരുതെന്നു മാത്രം. അവനവൻ്റെ അങ്കണത്തിൽ നിന്നൊന്നും പഠിക്കാത്തവർ അന്യദേശത്ത് നിന്ന് എന്തു നേടാനാണ്?